ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ പങ്കുചേർന്ന് അമേരിക്ക ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ബോംബാക്രമണം നടത്തി. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഇറാൻ സമാധാനത്തിന് തയ്യാറാകണമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിന് തയ്യാറായില്ലെങ്കിൽ ഭാവിയിലും ശക്തമായ ആക്രമണം പ്രതീക്ഷിക്കാമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. With all of that being said, this cannot continue. There will be either peace or there will be tragedy for Iran far greater than we have witnessed over the last 8 days. Remember, there are many targets left. But if peace does not come quickly, we will go after those other targets with precision, speed, and skill. ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ട്രംപിന്റേത് ചരിത്രത്തെ മാറ്റിമറിക്കുന്ന പക്വമായ ഇടപെടലെന്ന് നെതന്യാഹു. Congratulations, President Trump. Your bold decision to target Iran's nuclear facilities with the awesome and righteous might of the United States will change history. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനും തിരിച്ചടിച്ചു. ടെൽ അവീവ്, ജെറുസലേം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മിസൈൽ തൊടുത്തിരിക്കുകയാണ് ഇറാനും. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഓഗസ്റ്റ് സെബാസ്റ്റ്യൻ നമുക്കൊപ്പം ആദ്യഘട്ടത്തിൽ ചേരുകയാണ്. ഓഗസ്റ്റ് സെബാസ്റ്റ്യൻ, എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? ലോകം ഭയന്നിരുന്ന ഒരു നടപടി അമേരിക്ക കാലെടുത്ത് വെച്ചിരിക്കുന്നു. ബില്ല് പുലർച്ചെ ഏതാണ്ട് പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് അമേരിക്ക ഏറ്റവും നിർണായകമായ, അതായത് ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നിർണായകമായ സ്റ്റെപ്പ് എടുത്തത്. അതായത് ഫോർദോ എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തിലേക്കും ഒപ്പം തന്നെ നദാൻസ്, ഇസ്ഫഹാൻ എന്ന സുപ്രധാനമായ ഇറാൻ്റെ ആണവ പദ്ധതികളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായി. അതായത് ഫോർദോ ആണവ നിലയം തകർക്കാൻ കഴിയുന്ന രീതിയിൽ അവരുടെ B2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് MOP എന്ന് പറയുന്ന മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്ന് പറയുന്ന ബോംബ്, മാസീവ് വലിയ ടൺസ്, അതായത് ഏതാണ്ട് 30,000 പൗണ്ട് വരുന്ന ബോംബുകളാണ് ഉപയോഗിച്ചത്. ഈ ബോംബുകൾ ഉപയോഗിച്ച് മാത്രമേ ഫോർദോ ആണവ നിലയം തകർക്കാനാവൂ എന്നത് നേരത്തെ തന്നെ നമുക്കറിയാം. യുദ്ധവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ വിദഗ്ധരൊക്കെ തന്നെയും, അല്ലെങ്കിൽ മിലിറ്ററി നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെയും ഇത് സംബന്ധിച്ച നേരത്തെ തന്നെ നിരവധിയായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഫോർദോയിലേക്ക് വേണ്ട, ഇസ്രായേലിന് വേണ്ട, അതായത് ഫോർദോ ആണവ കേന്ദ്രം തകർക്കാൻ വേണ്ട ഒരു സഹായം അല്ലെങ്കിൽ ആ നടപടി അമേരിക്ക എടുക്കുമോ എന്ന ചോദ്യമായിരുന്നു ജൂൺ 13 ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇസ്രായേൽ പ്രഖ്യാപിച്ച് ആരംഭിച്ചത് മുതൽ ഇന്നലെ വരെ, ഈ ആക്രമണം ഉണ്ടാകുന്നത് വരെ ഉള്ള നിമിഷം ലോകം ചോദിച്ചിരുന്ന ചോദ്യം. ഇത് സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള വിഭാഗങ്ങൾ, ആളുകൾ ചേരിതിരിഞ്ഞ് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതും പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നതും ഒക്കെ തന്നെ നാം കണ്ടുവെങ്കിലും ഇപ്പോൾ അതിനൊക്കെ തന്നെയും അന്ത്യം കുറിച്ച് കൃത്യമായൊരു തീരുമാനം ഡൊണാൾഡ് ട്രംപ് എടുത്തു. അതായത് ഇസ്ഫഹാൻ, നദാൻസ്, ഫോർദോ അടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞു നിലയിൽ അമേരിക്കൻ വ്യോമസേന അവിടെ ബോംബ് ചെയ്തു. ഈ പറയുന്ന ബസ്റ്റർ ബങ്കർ ബോംബുകൾ ഉപയോഗിച്ചു എന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ നാഷണൽ അഡ്രസ്സിൽ പറയുന്നത് നാം കേട്ടു. ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട്, അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.